Welcome to this class. I'm super excited to see you. So, ഇത് ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ട ക്ലാസ്സിൻ്റെ ഡിറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പാർട്ട് 1 സെക്കൻഡ് ഇത്. സോ ആഫ്റ്റർ യു റൈറ്റ് ദ 5 ക്വസ്റ്റ്യൻസ് യു വിൽ ഗെറ്റ് മോർ ടൈം. അപ്പോൾ നമ്മളോട് പറയും ഓഡിയോയിൽ നൗ ഗോ ത്രൂ ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 10 ആൻഡ് ലിസൺ ടു ദ ഓഡിയോ എന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 6 ചോദ്യങ്ങൾ വായിച്ചു നോക്കുകയും അതിൽ വരുന്ന കീ വേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത് പറയുന്നതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ആർ യു എക്സൈറ്റഡ്? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ഡോണ്ട് സ്ട്രെസ് ഔട്ട്. ക്ലാസ് കേൾക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. പെട്ടെന്ന് ആദ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പാനിക് ആവും. അത് വളരെ കോമൺ ആണ്, എല്ലാ IELTS വിദ്യാർത്ഥികളും ഫീൽ ചെയ്യുന്നതാണ്. മനസ്സിലാക്കി പോവുക. 2-3 പ്രാവശ്യം കണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഷുവറായിട്ട് ബിലീവ് മീ യു വിൽ ഗെറ്റ് ദ സ്കോർ യു വാണ്ട്. Trust me. Okay, continue. Now we come to the second part. അപ്പോൾ ഇവിടെ ഒരു പറയും read questions from 6 to 10. You have 30 seconds and listen to the conversation. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യണം? കീനായിട്ട് നോക്കണം. ഈ 30 സെക്കൻഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കീ വേർഡ്സ് ഏതാണ് ക്വസ്റ്റ്യനിലെ എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വണ്ണിൽ കീ വേർഡ്സ് എന്ന് പറയുന്നത് എക്സസൈസസ് ആൻഡ് ഡു റെഗുലർലി എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണിൽ ഇഞ്ചുറീസ് എന്നുള്ളതാണ് കീവേഡ്. തേർഡ് വണ്ണിൽ ഗോൾ ഓർ ടാർഗറ്റ്. ഫോർത്ത് വണ്ണിൽ ഒക്യുപ്പേഷൻ. ഫിഫ്ത്ത് വണ്ണിൽ ഹിയർ ആൻഡ് ക്ലബ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട്, ഡു യു, വാട്ട്, ഹൗ. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ വാക്കുകൾ നമ്മുടെ ഓഡിയോ ക്ലിപ്പിൽ എവിടെ കേൾക്കുന്നു അപ്പോൾ നമ്മൾ അലേർട്ട് ആവണം, നമ്മുടെ ആൻറ്റിന. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ നോട്ട്സ് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അവർ പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് എന്താണെന്നുള്ളത് അവിടെ എഴുതാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഈ ഭാഗം തൊട്ട് നമ്മൾ കീ വേർഡ്സ് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് പോകണം. ഇതൊരു സ്കില്ലാണ്. ഇത് വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺവെർസേഷൻ നീണ്ടു വരുന്നുണ്ട്. ഡു യു ഡു എനി റെഗുലർ എക്സസൈസ് അറ്റ് ദ മൊമെന്റ്? അപ്പോൾ ഇയാൾ പറഞ്ഞു യെസ് ഐ ഡു എ ബിറ്റ്. ഗുഡ്. വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുന്നുണ്ട്. വെൽ എവറി ഫ്യൂ ഡേയ്സ് ഐ ഗോ ജോഗിങ്. എവറി ഫ്യൂ ഡേയ്സ് ഐ ഗോ ജോഗിങ്. അപ്പോൾ ഇവിടെ എന്താണ്? ഗോ ജോഗിങ് എന്നുള്ളതാണ് ഉത്തരം എഴുതേണ്ടത്. അല്ലെങ്കിൽ ജോഗിങ്ങിന് ഏതായാലും കറക്റ്റാണ്. സ്പെല്ലിംഗ് JOGGING, ജോഗിങ്. അവിടെ നമ്മളെ ട്രിക്ക് ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ടുള്ള അത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു കോൺവെർസേഷൻ നീണ്ടു പോകുന്നുണ്ട്. ഡു യു ഹാവ് എനി ഇഞ്ചുറീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു ലോങ് ആൻസർ ആണ് പറയുന്നത്. വെൽ ഐ ഡിഡ് ബ്രേക്ക് എ ബോൺ ഇൻ മൈ ഫുഡ് പ്ലേയിങ് ഫുട്ബോൾ എ ലോങ് ടൈം എഗോ ബട്ട് ദാറ്റ്സ് ഓൾ ഹീൽഡ് അപ്പ് നൗ. ബട്ട് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഐ ഹാവ് റിയലൈസ്ഡ് ഐ ഹാവ് എ ബാഡ് ആംഗിൾ. അപ്പോൾ ഇയാളൊരു ബോണ്ട് പൊട്ടിയ കാര്യം പറയുന്നുണ്ട്, ഒരു ബാഡ് ആംഗിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആദ്യം നമ്മൾ പെട്ടെന്ന് ബ്രേക്കിംഗ് എ ബോണ്ട് എഴുതും. ശരിക്കും ഹീസ് ടേക്കിംഗ് ദാറ്റ് ഹീസ് എ ബാഡ് ആംഗിൾ. ഐ തിങ്ക് ഐ മസ്റ്റ് ഹാവ് ഇൻജോർഡ് ഇറ്റ് ലാസ്റ്റ് വീക്ക് ആൻഡ് ഇറ്റ്സ് വിത്ത് സോർ നൗ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ എം ഫൈൻ. അപ്പോൾ നമ്മളോട് എന്ത് എഴുതണം? ബാഡ് ആംഗിൾ എന്ന് എഴുതണം. ദെൻ പിന്നെ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. ഡു യു ഹാവ് എനി ടാർഗറ്റ്സ് ഓർ ഗോൾസ്? അപ്പോൾ അയാൾ ഡയറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. വെൽ ഐ സപ്പോസ് മൈ എയിം ഈസ് ടു ബിൽഡ് അപ്പ് മൈ ഫിറ്റ്നസ് ലെവൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള എന്താണ്? ഫോർ എ ബെറ്റർ ഫിറ്റ്നസ് ലെവൽ എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കോൺവെർസേഷനിൽ എങ്ങനെയാണ് വരുന്നത്? ആൻഡ് കുഡ് യു ടെൽ മീ വാട്ട് യു ഡു ഫോർ എ ലിവിങ്. എന്ത് ചെയ്താണ് ജീവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് ചോദിച്ചത്? വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ എന്നുള്ളതാണ്. വെൽ ഐ വാസ് എ സ്റ്റുഡൻറ്റ് അപ്പ് അൺടിൽ റീസെൻ്റ്ലി. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓ വെൽ വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ദ മൊമെന്റ് എന്നൊരു തിരിച്ചു ചോദിക്കുന്നുണ്ട്. വെൽ ഐ എം എ ചാരിറ്റി വർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചാരിറ്റി വർക്കർ ഒരു തൊഴിലാണോ എന്ന് നമുക്കറിയില്ല. കാരണം ചാരിറ്റി വർക്കേഴ്സ് ആർ വോളണ്ടിയേഴ്സ്. ഡു ദേ പേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ സ്റ്റുഡൻ്റ് ആണോ ചാരിറ്റി വർക്കർ? അതാണ് ഇത് റെഡിൽ ഇട്ടിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ചാരിറ്റി വർക്കർ. ദെൻ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദ ക്ലബ് എന്ന് ചോദിക്കുന്നുണ്ട്. അതും അവസാന ഭാഗത്താണ് പറയുന്നത്, ഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. വെൻ ഐ വാസ് ലിസണിങ് ടു ദ റേഡിയോ ആൻഡ് യുവർ ക്ലബ് വാസ് മെൻഷൻ സോ ഐ തോട്ട് ഐ വിൽ ഗോ അലോങ് വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെയാണ് ചോദിക്കുക. ഇത് പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ടും മുഴുവനായിട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ അടുത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഐ വാണ്ട് യു ടു ഡു ഇറ്റ് ഇൻ ദ റിയൽ വൺ ആൻഡ് സീ ഹൗ ഗുഡ് യു ആർ. കാരണം എന്നാലേ നിങ്ങൾക്ക് ആക്സെൻറ്റ് മനസ്സിലാവുള്ളൂ. ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അണ്ടിൽ ദെൻ ലീവ് യുവർ കോമൻറ്റ്സ്. Thank you very much.